ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ദീപ. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മളെല്ലാവരും വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ദിവസമായിട്ടാണ് ജൂൺ 5 കണക്കാക്കുന്നത്. എന്നാൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക മാത്രമാണോ ജൂൺ 5 പ്രത്യേകത? ഒരിക്കലുമല്ല. നമ്മൾ കഴിഞ്ഞ വർഷം നട്ട വൃക്ഷത്തൈ അവിടെ ഉണ്ടോ എന്നതിന് കൃത്യമായ ഒരു പരിപാലനം അതിന് കിട്ടുന്നുണ്ടോ എന്നെല്ലാം കൂടി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കേണ്ടത്. നമ്മുടെ ഇപ്പോഴേ 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കലെന്ന് പറയുന്നതാണ്. എന്തുവാണ് ഈ ഭൂമിയെ പുനഃസ്ഥാപിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാൽ, ഭൂമിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനങ്ങളെയും ജലാശയങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പം മരുഭൂമികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കണം. വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, അവയ്ക്ക് വേണ്ട വെള്ളവും വളവും നൽകി അവയെ പരിപാലിക്കുകയും കൂടി വേണം. എൻ്റെ വീടാണെങ്കിൽ വൃക്ഷത്തൈകൾ കൊണ്ട് നിറഞ്ഞ ഒരു വീടാണ് എൻ്റേത്. എൻ്റെ വീട് പരിചയമുള്ളവരെല്ലാം ചോദിക്കും, ദീപയുടെ വീട് എപ്പോഴും ഒരു വനത്തിന് നടുക്കാണല്ലോ എന്ന്. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വേനൽക്കാലത്ത് കൊടും ചൂടിലും ഞങ്ങൾക്ക് ആ ചൂട് അനുഭവപ്പെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ പച്ച മരങ്ങളെല്ലാം ഒരു കുട പോലെ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളെയും സംരക്ഷിച്ചു. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പുതിയതായി ഒരു മരം നടുന്നതല്ല. വർഷങ്ങളായി എൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ച് വളരുന്ന കുറേ മരങ്ങളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഹായ്, എൻ്റെ റംബൂട്ടാൻ മരത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഓരോ മരങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഈ റംബൂട്ടാൻ മരമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൈകൊണ്ട് പാകി കിളിർപ്പിച്ച തൈകളിലൊന്ന് നട്ട് ഇപ്പോഴതിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ വർഷം ജൂൺ 5 ആയപ്പോഴേക്ക് ഈ റംബൂട്ടാൻ മരം ഏകദേശം വിളയാൻ പാകത്തിനായിരുന്നു. പക്ഷേ ഈ വർഷം മഴയും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലായിരിക്കാം ഒരുപക്ഷെ റംബൂട്ടാൻ ഈ വർഷത്തേക്ക് പാകമായിട്ടില്ല. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഒരു അമ്പഴമാണ്. ഈ അമ്പഴത്തിനുമുണ്ടൊരു കഥ പറയാം. ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്. ഞാൻ ശാസ്താംകോട്ട ഒരു നഴ്സറിയിൽ പോയപ്പോൾ ഒരു ചെറിയൊരു മരം നിറയെ കായ്കളുമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ആ സുന്ദരി അവിടെ വിട്ടിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ അവളെ നട്ടത്. കാരണം എപ്പോഴും എൻ്റെ പരിചരണം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി എൻ്റെ വീടിൻ്റെ തൊട്ട് പരിസരത്ത് തന്നെയാണ് നട്ടത്. പക്ഷേ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട്, എൻ്റെ വീട് ഇഷ്ടമായിട്ടാണോ എന്നെ ഇഷ്ടമായിട്ടാണോ എന്നറിയില്ല, എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് എൻ്റെ വീടിനോളം പൊക്കം ഇപ്പോൾ അവൾക്കായി. ഇഷ്ടംപോലെ കായ്ഫലം തരുന്ന ഒരു മരമായി ഇപ്പോൾ അവൾ മാറി. ഇവിടെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇവിടാണ് സീതപ്പഴം. ഇതിൻ്റെ സീസണാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ നട്ട ഒരു മരമല്ല. പക്ഷെ വർഷങ്ങളോളം കുഞ്ഞ് തൈയായിട്ട് തന്നെ ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ആവശ്യമായ വെള്ളവും വളവും എല്ലാം കൊടുത്ത് പരിപാലിച്ചപ്പോൾ ഇപ്പം ആവശ്യം പോലെ കായ്കൾ തരുന്ന ഒരു മരമായിട്ട് ഇവൾ മാറി. ഇവളെ നിങ്ങൾക്കറിയാമോ? ഇവളാണ് പേരയ്ക്ക. നാടൻ പേരയ്ക്കയാണ്, നല്ല ടേസ്റ്റാണ്. എന്നാൽ ചോദിക്കും ഞാൻ നട്ടതാണോ എന്ന്. ഞാൻ നട്ടതൊന്നുമല്ല, പക്ഷേങ്കിൽ എൻ്റെ കൺമുമ്പിൽ വളർന്നു വന്ന ഒരു സുന്ദരിയാണ് ഇവളും. ഇവളെ നിങ്ങൾക്കറിയാമോ? ഇവളാണ് ചെറിപ്പഴം. നല്ല മധുരമുള്ള ചെറിപ്പഴം നൽകുന്ന ഞാൻ തന്നെ നട്ടു വളർത്തിയ എൻ്റെ ഒരു ഫലവൃക്ഷമാണ്. അപ്പം മഴയായിട്ടാണ് അല്ല മിക്കപ്പോഴും ഇവിടെ കായ്കൾ നിറയെ കാണും. ഇതാണ് മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അത്ര വ്യാപകമായിട്ടുള്ള ഒരു മരമല്ല. എറണാകുളം സൈഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു കായാണ് അത്. നമ്മൾ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മിൽക്കിൻ്റെ ടേസ്റ്റാണുള്ളത്. ഇത് ഞാൻ തന്നെ നട്ടു വളർത്തിയ ഒരു മരമാണ്. ഹായ്, ഇതെൻ്റെ നെല്ലിമരമാണ്. ഒരു നഴ്സറിയിൽ നിന്നും ഹൈബ്രിഡ് നെല്ലിയാണെന്ന് പറഞ്ഞ് ഞാൻ തൈ വാങ്ങിച്ച് ഞാൻ തന്നെ നട്ട് വളർത്തിയതാണ്. ഇവിടെ കായ്ഫലം ഇതുവരെ തന്നിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്.